താങ്ക് യു. നമസ്കാരം മാവേലി. KCSൻ്റെ ഓണത്തിന് സ്വാഗതം. അപ്പം എല്ലാവരും സെറ്റല്ലേ? അടിപൊളി. ഓണം മൂടൊക്കെ ആയോ? റോക്ക് ഓൺ. താങ്ക് യു. ദിസ് ഈസ് എ ഡ്രീം കം ട്രൂ. നമ്മുടെ ഒരു എന്താ പറയുക, എല്ലാ KCS പ്രസിഡൻറ്റിൻ്റെയും ലൈഫിലുണ്ടാകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റ് ആണ് ഓണം. രമ്യ ആദ്യമായിട്ട് ഈ ഐഡിയ കൊണ്ടുവന്നപ്പോൾ ഉഗ്രൻ ഐഡിയ. നമുക്ക് പഴയടം തിരുമേനിയെ കൊണ്ടുവരാം, നമുക്ക് സ്കൂളിൽ വേണ്ട പുറത്തെവിടെയെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞു യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പം നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഹോൾ വേൾഡ് നമ്മുടെ കൂടെ വരും അത് സാധിച്ചെടുക്കാൻ. അതുപോലെയായിരുന്നു എൻ്റെ KCS ടീം. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഇൻ ദ കമ്മിറ്റി വർക്ക് വെരി ഹാർഡ്. ഈ ഐഡിയ വന്നത് മുതൽ തന്നെ എവറിബഡി എംബ്രേസ്ഡ് ഇറ്റ്. We all became one and we did it. Did we do it? So we are KCS. അതാണ് ഈ ടീമിൻ്റെ ഗുണം. ഞങ്ങളുടെ ടീമിൽ കൊച്ചു പിള്ളേരുണ്ട്, വലിയവരുണ്ട്, മൂത്തവരുണ്ട്. All ages, but amazing. This is a dream come true. ഞാനൊരു നല്ലൊരു ഒറേറ്റർ അല്ല, അതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനറിയില്ല. But again, എല്ലാ എന്താ പറയുന്നത്, ഓർഗനൈസേഷൻ്റെയും പിറകിൽ there is a woman, right? Am I right? Yes. So that woman in our case is Seena. Where is Seena? Thank you so much, Anish. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ ഒത്തിരി നാളത്തെ ഒരു പരിശ്രമമാണ്, കുറേ മാസങ്ങളായിട്ടുള്ള അതിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ കാണുന്നത്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. ഞാനിനി ബാക്കി പറഞ്ഞതിന് ഒരു ക്വസ്റ്റ്യൻ. മാവേലി ഇപ്പം പോവാണോ തിരിച്ച് കഴിഞ്ഞിട്ട്? ഓക്കെ, സോ സീന ജസ്റ്റ് പോരുത്. അപ്പം കഴിഞ്ഞ 48 മണിക്കൂറിൽ ഞാൻ ആകെ 2.5 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ നൈറ്റ് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ തിരുമേനിയുടെ കൂടെ ആയിരുന്നു. ഹീസ് അൺബിലീവബിൾ. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി. ഐ വാസ് ടയേർഡ്. പക്ഷേ തിരുമേനി ആ ഓരോ കറികൾ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയുന്നത്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇറ്റ് ഈസ് സോ അമേസിങ്. ഞാനിങ്ങനെ തിരുമേനി പാലട ഉണ്ടാക്കിയപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു, കുറച്ച് കുടിച്ചിട്ട് പോവാം. തിരുമേനി അത് ഉണ്ടാക്കി ഹീസ് എ പെർഫെക്ഷനിസ്റ്റ്. അമേസിങ്. അവസാനം എനിക്കത് കുടിക്കാൻ പറ്റില്ല, ഞാൻ ക്ഷീണിച്ചു. തിരുമേനി ക്ഷീണിച്ചില്ല. ഐ വാസ് സോ എനർജറ്റിക്. യു ആർ സ്റ്റിൽ മേക്കിംഗ് ഇറ്റ്. ഞാൻ പറഞ്ഞു തിരുമേനി ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല, നാളെ പാലട കുടിക്കാം. അപ്പോൾ അങ്ങനെ ഇന്ന് എല്ലാവരും പായസമൊക്കെ കുടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇറ്റ് ഈസ് അമേസിങ്. പിന്നെ അടുത്തത് എനിക്ക് ഒരു പ്രസിഡൻറ്റിൻ്റെ ലൈഫിൽ പിന്നെ കിട്ടുന്നൊരു ചാൻസാണ് ഈ ഇരിക്കുന്ന നമ്മുടെ ഇനോഗ്രൽ വിളക്ക് കത്തിക്കാൻ
ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത്. ഐ ഗെറ്റ് ടു പിക്ക്. സോ അതെനിക്കൊരു പ്രൗഡ് മൊമെൻ്റാണ്. 3 പേരാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒന്നെൻ്റെ വൈഫ് റെൻസി, പിന്നെ മകൾ നിതിക, മകൾ അനീക. സോ നിതിക ഇവിടെ ഉണ്ട്. സോ റെൻസി, can you come on stage? Where is Anika? You want to come on stage? താങ്ക് യു. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും they were always with me. I'm so proud of my family. Thank you guys. You are amazing and you made this happen. Thank you. പിന്നെ ആദ്യം എനിക്ക് വിളിക്കേണ്ടത് തിരുമേനിയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരുമേനി ഒരാഴ്ച മുമ്പേ അമേരിക്കയിൽ വന്നു. KHNAയിൽ തിരുമേനി ഭക്ഷണം പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് തിരുമേനി നാട്ടിൽ പോയി. ആരും അറിഞ്ഞു കാണില്ല. അതിനിടയ്ക്ക് തിരുമേനി ക്വിക്കായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. സോ അത് കഴിഞ്ഞിട്ട് തിരുമേനി നാട്ടിൽ പോയി. 4 ദിവസത്തേക്കാണ് തിരുമേനി US വന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ പോയി. അത് കഴിഞ്ഞ് തിരുമേനി ഇന്നലെ വാഷിങ്ടൺ DC വന്നു. തിരുമേനി പ്ലീസ് സ്റ്റേജിലോട്ടൊന്ന് വരണം. I got it. തിരുമേനി ഒരു 2 വാക്ക് പറയുന്നത് തിരുമേനി. എല്ലാ സുമനസ്സുകൾക്കും വിനീത നമസ്കാരം. പാചകക്കാരന് വാചകം വഴങ്ങുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു പ്രസംഗത്തിന് തയ്യാറാവുന്നില്ല. എല്ലാവർക്കും എൻ്റെ ഹൃദയം തൊട്ടുണർത്തുന്ന തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പാചകത്തിൻ്റെ പണിപ്പുരയിലേക്ക് മടങ്ങട്ടെ. നന്ദി എല്ലാവർക്കും, നന്ദി എല്ലാറ്റിനും. താങ്ക് യു തിരുവേനി. പിന്നെ now we have a very distinguished guest from the Indian Embassy. He's Mr. Jagmohan. Sir, can you please come to the stage? Sir, can you use the other side? Those steps are a little bit difficult. So when I called him, he was very busy at another engagement, and then he cancelled all the engagement, and he made sure that he came and attended our Onam. Thank you so much, sir. It means a lot to us. So you want to share a few words? Thank you very much, Anish ji. And happy Onam to each and everyone who is present here within this hall and those who are working beyond the walls of this hall. Onam is not only a festival of Kerala, but it is a festival which celebrates inclusivity, harmony, and good values. I am really happy and want to commend the society which has been tirelessly working since 1984 to preserve values of Kerala, connecting youth and celebrating this festival and many more related to our rich culture of Kerala. So once again, I convey my best wishes and happy Onam wishes on behalf of the Embassy of India, and all the best. Thank you very much. Jai Hind. Thank you, sir. No, I need you to wait because we have to light the lamp. Please, I have like 2 more people to invite, sir. Please give me a minute. അടുത്തതായി എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാവർക്കും ഡോക്ടർ ബാബു സ്റ്റീഫൻ എന്നറിയാവുന്ന നമ്മുടെ സ്വന്തം ബാബുചേട്ടൻ. നമുക്ക് ഈ വർഷം ബാബുചേട്ടൻ്റെ കൈനീട്ടത്തിലാണ് ഞാൻ തുടങ്ങിയത്. ബാബുചേട്ടൻ വീട്ടിൽ വിളിച്ചു, എനിക്കൊരു കൈനീട്ടം തന്നു. അവിടെ തുടങ്ങി. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. താങ്ക് യു സോ മച്ച് ബാബുചേട്ടാ. ബാബുചേട്ടാ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. ബാബുചേട്ടൻ ഇപ്പോഴത്തെ WMCയുടെ പ്രസിഡൻ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പല അസോസിയേഷൻസിൻ്റെയും ഒക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നതും എല്ലാ അസോസിയേഷൻസിനെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ബാബുചേട്ടൻ.
ഹാപ്പി ഓണം. ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ ആകപ്പാടെ വാഷിംഗ് ഉണ്ടായിരുന്ന 50 മലയാളീസാണ്. അന്ന് ഞങ്ങൾ വീക്കെൻഡിൽ ഒരു മാസത്തിൽ ഒരിക്കൽ ഒരു മൂവി കാണും. അന്ന് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 50 മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി അന്ന് മൂവി കണ്ട് ഒരു ലഞ്ചും കഴിച്ചിട്ട് പോകും. ഇന്ന് ലുക്ക് അറ്റ് ദിസ്, എത്ര പേരാണ് മലയാളീസ്. എവിടെ പോയാലും മലയാളീസ് ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇന്ന് വേൾഡിലില്ല. 2 കൺട്രീസിൽ മാത്രമേ മലയാളീസ് ഇല്ലാതെ ഉള്ളൂ. ഒന്ന് ക്യൂബ, ഒന്ന് നോർത്ത് കൊറിയ. റെസ്റ്റ് എവിടെ പോയാലും മലയാളീസ് ഉണ്ട്. ഒറ്റ സ്ഥലം പോലും മലയാളീസ് ഇല്ലാത്ത സ്ഥലമില്ല. ഞാൻ ഈയിടെ യൂറോപ്പിൽ പോയായിരുന്നൊരു ഫംഗ്ഷന് സൂറിച്ചിൽ 1500 മലയാളീസ് ഉണ്ടായിരുന്നു. മലയാളീസ് ഇന്ന് ഓണമെന്ന് പറയുന്നത് കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇവൻ നോർത്ത് ഇന്ത്യൻസ്. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇനി തൊട്ട്. കാരണം ആസ്ട്രേലിയ കണ്ടോ, ഇന്ത്യക്കാർ ആവശ്യമില്ല, ഇറക്കി വിടുകയാണ്. കാനഡയെ കണ്ടോ, ഇന്ത്യക്കാർ ആവശ്യമില്ല, ഇറക്കി വിടുകയാണ്. അമേരിക്കയിൽ അങ്ങനെ വരത്തില്ല നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ യു നെവർ നോ. നമ്മളെല്ലാം യുണൈറ്റഡ് വർക്ക് ചെയ്യണം. ഇതുപോലെ ആഘോഷങ്ങൾ വളരെ നല്ലതാണ്. നമ്മളോട് ഇതുപോലെ ആഘോഷങ്ങൾ ഇനിയും നടത്തണം. എന്നെ വിളിച്ചതിൽ വളരെ താങ്ക് യു. മേ ദ ലോർഡ് ബ്ലസ് ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു. കോച്ചർ എവിടെ നിൽക്കണം വിളക്ക്. നമ്മുടെ മാവേലി അടുത്ത ടിക്കറ്റ് സ്ലോട്ടിലാണ് ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ മാവേലി അവിടെ ചെന്നാലും മാവേലിക്ക് ഫുഡ് കിട്ടില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ നമുക്ക് മാവേലിയെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ അടുത്ത ആളിലോട്ട് പോവാം. സോ ബൈ. സോ അടുത്തത് അതൊരു ഫ്രണ്ടാണോ നമ്മുടെ സ്പോൺസറാണോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ പുള്ളിക്കാരനെ വിളിക്കുന്നതിന് മുമ്പേ എനിക്കൊരു കുറേ അടിപൊളി പാട്ടൊക്കെ ഇടണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. ഞാൻ പ്രസിഡൻ്റ് ആവാൻ പോകുന്നെന്ന് പറഞ്ഞപ്പം നീ ധൈര്യമായിട്ട് നിന്നോ, കട്ടയ്ക്ക് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കെല്ലാം പ്രിയപ്പെട്ട DJ മല്ലു സിംഗ്, സോണി ജോർജ്, ദിസ് ഈസ് മൈ ബ്രദർ ഫ്രം അനദർ മദർ. അനദർ മദർ ഇവിടെ ഇരിപ്പുണ്ട്. ആൻറ്റി, താങ്ക് യു ആൻറ്റി. ഹലോ എവരി വൺ. ഞാൻ ജനറലി ഒരു ഹൈ എനർജി പേഴ്സണാണ്. സോ എൻ്റെ ചങ്കായ അനീഷ് സേന നടത്തുന്ന പരിപാടിയിൽ എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റിയ ഇതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാം മുമ്പ് ഇന്ന് ഞാൻ വരുന്നതിന് മുമ്പേ മാവേലിയെ പറഞ്ഞു വിട്ടു, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തരുന്നു. ഹാപ്പി ഓണം എവരിബഡി. താങ്ക് യു. നമുക്കൊരു ക്വിക്ക് ലാമ്പ് ലൈറ്റിംഗ് സെറമണി ഉണ്ട്. 5 minutes. താങ്ക് യു.
ഇതിൽ ഒരു തിരിയും കൂടെ ഉണ്ട്. അത് ഞാൻ ആ പുള്ളിക്കാരി ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല, അത് കാരണമാണ് ഞാൻ വിളിക്കാത്തത്. ബട്ട് എനിവേ അത് വേറെ ആരുമല്ല, വത്സല ആൻറ്റി. പ്ലീസ് ആൻറ്റി. അപ്പോൾ എനിക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്, എൻ്റെ അമ്മ വിതുരയിൽ നിന്നാണ്. അപ്പോൾ അമ്മയുടെ കൂടെ പഠിച്ചതാണ് ആൻറ്റി. അപ്പോൾ അന്ന് പണ്ട് ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞു, നീ അമേരിക്കയിൽ പോയാൽ കുഴപ്പമില്ലടാ, അവിടെ വത്സലയുണ്ട്, വത്സലയെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. ആൻറ്റി എവിടെയാണെന്നും ഒന്നും അറിയില്ല. ഞങ്ങളങ്ങ് മെയിനിൽ വന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് ലാൻഡ് ചെയ്തത് വാഷിങ്ടണിലാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി ആൻറ്റി വാഷിങ്ടൺ DC-യിലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ആൻറ്റി എനിക്കറിയാം. ആൻഡ് ഇന്ന് ആൻറ്റി എല്ലാവരുടെയും ബ്ലെസ്സിങ്. എനിക്ക് അമ്മയില്ല, ബട്ട് അമ്മയുടെ സ്ഥാനത്ത് ആൻറ്റി. ആൻഡ് ആൻറ്റി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻറ്റി പ്ലീസ്. സോ ആൻറ്റി നമുക്ക് ആൻറ്റി വിളക്കിൽ ഒരു തിരിയും കൂടെ ബാക്കിയുണ്ട്, ആൻറ്റി കത്തിക്കാവോ? താങ്ക് യു എവറിബഡി, താങ്ക് യു ഫോർ കമ്മിങ്. ആൻറ്റി പോരുത് ആൻറ്റി. ആൻറ്റി എനിക്ക് ഒരു കാര്യത്തിനും കൂടെ ആവശ്യമാണ്.